സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു ഹാപ്പി വർത്തമാനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ കേരള ചീഫ് മിനിസ്റ്റർ തിരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, ഈ മാസം 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് 11 ദിവസമായിട്ടും ഇതുവരെയും ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹൈക്കമാൻഡും കോൺഗ്രസ് പാർട്ടിയും ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ ഏവരും വളരെ അതിശയത്തോടും സങ്കടത്തോടും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്ന ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജയറാം രമേശ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ഡിക്ലെയർ ചെയ്തു നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന്. നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ എന്തായാലും കേരള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇതിലെ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇത്ര നീണ്ടുപോകാൻ വേണ്ടി ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു. പക്ഷേ ജനങ്ങളുടെ ജനവികാരം മാനിച്ച്, പാർട്ടി വികാരം മാനിച്ച്, പല തലങ്ങളിൽ നിന്നുള്ള പ്രഷർ മാനിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം ഏകദേശം മാറാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഏകദേശം നാളത്തെ പ്രഖ്യാപനം വീണ്ടും വി ഡി സതീശിലേക്ക് തന്നെ വരാനാണ് കാരണം കോൺഗ്രസ് പാർട്ടിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിൻ്റെയും ജയറാം രമേശിൻ്റെയും നമ്മുടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെയൊക്കെ ഭാവി അവതാളത്തിലാകും. ഈ ജനവികാരത്തിനെതിരായിട്ടൊരു പ്രഖ്യാപനം നടത്തി പഴയ കാലത്തെ പോലെ അടച്ചിട്ട മുറിയിൽ കുത്തിയിരുന്നിട്ടുള്ള രഹസ്യയോഗങ്ങളും രഹസ്യ അജണ്ടയൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ നടക്കുകയില്ല. ഒന്നാമത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും ജനങ്ങൾ അഴിമതിയും കൈക്കൂലിയും സ്വാർത്ഥ താല്പര്യവുമില്ലാത്ത പൊതുജനങ്ങളുടെ വികാരങ്ങൾ മീഡിയയിലൂടെ പങ്കുവെച്ച് വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ ഉണ്ടായി. ജൻസി പ്രക്ഷോഭം നമ്മൾ കണ്ടു. ഗവൺമെൻറ് തൂത്തെറിയപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ മോഡി ഗവൺമെൻറ്റിൻ്റെ വിജയം എവിടെയാണ്? മോഡി ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റുകളും ജയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ, ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് അത് വേറെ കാര്യം. എങ്കിലും സോഷ്യൽ മീഡിയയെയും പൊതുജനങ്ങളെയും നല്ലവരായ സ്വാർത്ഥമല്ലാത്തതായ മീഡിയകളെയൊന്നും ഇപ്പോൾ അവഗണിക്കാൻ പറ്റിയില്ല. സോഷ്യൽ മീഡിയ അവരവരുടേതായ ജോലി ചെയ്യുന്നു. ജനങ്ങളില്ലാതെ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ നാശത്തിന് വഴിതെളിക്കാതെ അപ്പോൾ തീരുമാനം വളരെ ശക്തവ്യക്തമായിട്ട് തന്നെ രാഹുൽ ഗാന്ധിജി തീരുമാനിച്ചിരിക്കുന്നു. നാളെ അത് പ്രഖ്യാപിക്കും. ഏകദേശ ധാരണയിലും എല്ലാ ചർച്ചയിലുമൊക്കെ ഇപ്പോൾ ഉരുത്തിരിയുന്നത് അത് വി ഡി സതീശനിലേക്ക് വരികയാണ്. അതാണ് പാർട്ടിയുടെ നല്ലത്, അത് ആണ് കോൺഗ്രസിൻ്റെ ഭാവിക്ക് നല്ലത്, ഇന്ത്യയുടെ ഭാവിക്ക് നല്ലത്. അതാണ്. അല്ലാതെ വളഞ്ഞ വഴിയിൽ കൂടെ മാറി നിന്ന് ഗൂഢാലോചന നടത്തി ഇടയിൽ കൂടെ ചാടിക്കീറുന്ന പരിപാടി ഒക്കെ കോൺഗ്രസ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. സുഹൃത്തുക്കളെ, ഇത് പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലായി. പ്രിയങ്ക ഗാന്ധിക്ക് ഇമെയിലുകളും സന്ദേശങ്ങളും കൊണ്ട് നിറഞ്ഞു. പ്രിയങ്ക ഗാന്ധി അത് പഠിച്ചു, അവർക്ക് മനസ്സിലായി. അതുതന്നെയല്ല, പ്രിയങ്ക ഗാന്ധി ഇനി ഇങ്ങനെ മറിച്ചൊരു തീരുമാനമുണ്ടായി, ജനവികാരം മാനിക്കാതൊരു തീരുമാനമെടുത്ത് ചീഫ് മിനിസ്റ്റർ ആയാലും അതിന് 6 മാസത്തെ കാലാവധിയേ ഉള്ളൂ. എല്ലാവരും കൂടി ഓടിച്ചിട്ട് തോൽപ്പിക്കും. എന്താണെങ്കിലും ഈ വിജയത്തിൻ്റെ ഇത്രയും മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരു തിളക്കം ഏതാണ്ട് കുറേയൊക്കെ നഷ്ടപ്പെട്ടു. അത് പാർട്ടി വീണ്ടെടുക്കും, അത് തീരുമാനിച്ചെടുക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ തീരുമാനം വന്നിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ മെയിനായിട്ടുള്ള പല തലങ്ങളിൽ കൂടിയാണ്. ഒപ്പം തന്നെ AK ആൻ്റണിയും ഒക്കെ ആയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു. എന്താണേലും നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. വൈകിയെടുത്ത തീരുമാനമാണെങ്കിലും നല്ലത് വരട്ടെ, കേരള ജനതയ്ക്ക് വേണ്ടി വരട്ടെ. ഈ കേരള ജനതയെ നമുക്ക് ഒന്നും കൂടെ സല്യൂട്ട് ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ചുള്ള തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിലും ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, താങ്ക് യു. ഔട്ട്.